ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഖുർആൻ के 4 ബുനിയാദി ഇസ്തിലാഹ് എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കൂ, और उस रात से दरखास्त करो कि मालिक इस 22 साल के जमाने खिदमत में अपने फराइज अदा करने में जो खामियां और कोताहियां मुझसे सरजद हो गई हो उन्हें मुआफ फरमा दे. इदा जाअ नस्रुल्लाहि वल फतहु वरअयत अन्नास यदखुलून फी दीनिल्लाहि अफवाजन फसब्बिह बिहम्दि रब्बिക വസ്തഗ്ഫിർഹു. ഇവിടെ ഫസ്തഗ്ഫിർഹു, ഓ ഹബീബായ നബിയെ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഫതഹുകൾ വന്നാൽ, അല്ലാഹുവിന്റെ ഫതഹുകൾ വന്നാൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ്, തങ്ങൾ തസ്ബീഹ് ചെല്ലണം, ഫസ്തഗ്ഫിർ, തങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണം എന്ന് പറഞ്ഞ ഈ ആയത്തിന് ഇക്കൂട്ടര് അർത്ഥം പറഞ്ഞത് കേട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് മാത്രമല്ല, അവിടുത്തെ മേൽ ഫർളായ കാര്യം ഫർള് അദാ കർനേ മേ, ഫർള് വീട്ടുന്ന വിഷയത്തിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബിയെ താങ്കൾ പൊറുക്കൽ തേടൂ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനേ, ഇവരുമായി എങ്ങനെ നമുക്ക് ഐക്യപ്പെടാൻ കഴിയും? മനസ്സിലായോ? അല്ലാഹുവിന്റെ ഹബീബ് ഫർള് വീട്ടുന്നതിൽ, അല്ലാഹു